Second question. Sir, പഴയങ്ങാടി അണ്ടർപാസ് എന്ന ദീർഘകാലത്തെ ആവശ്യം കല്യാശ്ശേരിക്ക് അനുവദിച്ചതെന്ന മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർ. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സർ, എവിടേക്കാണ് ഇത് പുതുതായി നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. നിരവധി ഇടങ്ങൾ പുതുതായി നിർമ്മിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലയളവിൽ ഒരു റെക്കോർഡ് എണ്ണമായിട്ടാണ് വരുന്നത് സാർ. സാർ, ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ. അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടിമാറ്റിക്കൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും സാർ. ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിന്റെ കൂടി പങ്കാളിത്തത്തോട് കൂടിയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമോ? സാർ, അതെ സാർ, സംസ്ഥാന സർക്കാർ കൂടി ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഫണ്ടിന്റെ പൊതുവെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ 9 ROBകളുടെയും 1 RUBയുടെയും പ്രവൃത്തിയാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലത്ത് നിരവധി ROBകൾ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാനായി. നാട് ദീർഘകാലമായി ആഗ്രഹിച്ച പദ്ധതികളാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായത്. ROBകൾ പശ്ചാത്തല വികസനത്തിൽ നാടിൻ്റെ പുരോഗതിക്ക് ഏറെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള വികസനമാണ്. സമയനഷ്ടം, ഇന്ധനനഷ്ടം എന്നിവ ഒഴിവാക്കാനും വേഗത്തിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ ചെലവഴിച്ച ഫണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. മാതൃകാപരമായി തന്നെയാണ് നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. ശ്രീ മുരളി പെരുന്നള്ളി. സർ, വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സർക്കാർ നല്ലപോലെ ഇടപെടുകയാണ്. സർ, പല്ലും നഖവും കൊഴിഞ്ഞ് ആക്രമിക്കാൻ കെൽപ്പില്ലാതെ പബ്ലിസിറ്റിക്കായി കോപ്രായങ്ങൾ കാണിക്കുന്ന ശല്യമൃഗങ്ങൾ സഭയ്ക്കകത്ത് കയറി വരുന്നത് തടയണം സർ. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നത് കേരളത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. സർ, നിലവിൽ കാരിത്താസ്, മുളന്തുരുത്തി, തിരൂർ ROB എന്നിവ ഈ നിലയിലുള്ള 3 പദ്ധതികളായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ 3 പദ്ധതികളും പൂർത്തീകരിച്ചു. പ്രത്യേകമായി തുക വകയിരുത്തിയാണ് 3 പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സർ, തിരൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം ബൈപ്പാസ് ROBയും യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചു. സർ, ഇതിനായി 33 കോടി രൂപയാണ് അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. തിരൂർ MLA സമരത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബെഞ്ച് അടിച്ച് അതിനെ പിന്തുണക്കുമായിരുന്നു. സർ, ഇതിനായി 33 കോടി രൂപയാണ് LDF സർക്കാർ അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു. പാവങ്ങോട് ROB ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര MLA ഉണ്ട്, അദ്ദേഹം തുടർച്ചയായി ഇടപെടുന്ന വിഷയമാണ്. പാവങ്ങാട് ROB പ്രവൃത്തി ടെൻഡറിംഗ് ഘട്ടത്തിലാണെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. സർ, ശ്രീ P മമ്മിക്കുട്ടി. സർ, നേരത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? അതുപോലെ തന്നെ പാലക്കാട് പൊന്നാനി റോഡിലുള്ള വാടാനക്കുറിശി റെയിൽവേ മേൽപ്പാലം എന്നേക്കൾക്ക് പൂർത്തിയാകും എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതികൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർച്ചയായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ വാടാനംകുറിച്ചി ഉൾപ്പെടെയുള്ള റെയിൽവേ മേൽപ്പാലങ്ങളുടെ റിവ്യൂ നടത്തി അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സാർ, ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, സഭ നിരന്തരമായി സ്തംഭിപ്പിച്ച് അതിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ചിരിച്ചു കളിച്ച് സമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയായ ഉടനെ തന്നെ അവിടെ സന്ദർശിക്കുകയുണ്ടായി. മുണ്ടൂര് മുതൽ കുറ്റേക്കര വരെയുള്ള കുപ്പിക്കഴുത്ത് 4 വരി പാതയാക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുക്കാൻ 25.57 കോടി രൂപ 19 വിജ്ഞാപനം വന്നിരിക്കുന്നു. സാർ, നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു സ്ഥലം സന്ദർശിച്ചത് ഈ കുറ്റിപ്പുറം റോഡിലുള്ള അമല ROBയാണ്. അമല ROBക്ക് സമാന്തരമായി മറ്റൊരു ROB കൂടി പിന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി 7 കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ആയതിന്റെ നിർമ്മാണ നടപടികളുടെ പുരോഗതി ഒന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ഓവർബ്രിഡ്ജുകളാണ്. സാർ, അതിന് ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അത് വേഗത്തിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കി. ഇനി വരുന്ന LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിന് വളരെ എളുപ്പമാക്കുന്ന പണി പ്രതിപക്ഷം കൂടി ചെയ്തു തരുന്നത് കൊണ്ട് ഏറെ സന്തോഷമുണ്ട്. സാർ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സാർ, എൻ്റെ മണ്ഡലത്തിലെ
വെള്ളയിൽ അണ്ടർപാസും അതേപോലെ പാവങ്ങാട് ഓവർബ്രിഡ്ജും മന്ത്രിയുടെ പ്രത്യേക താല്പര്യം കാരണം അത് നടപ്പിലായിരിക്കുകയാണ്. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായുള്ള വെസ്റ്റ് ഹിൽ ചുങ്കം ബട്ട് റോഡ് റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. അത് ഒന്ന് അടിയന്തരമായിട്ട് അതിലൊന്ന് മന്ത്രി നേരിട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞത് വളരെ ജനകീയമായ ഒരു പ്രശ്നമാണ് സാർ. തുടർച്ചയായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടെ സർക്കാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ROB വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ പരിശോധിക്കും സാർ. ശ്രീ KK രാമേന്ദ്രൻ. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ കിഫ്ബി ധനസഹായത്തോടെ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന 4 ROBകളുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാകുന്നില്ല. കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനുമതി ലഭ്യമാക്കുന്നതിനും നിർമ്മാണം ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാർ. ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലപാട് തെറ്റാണ് സാർ. പ്രതിപക്ഷത്തിൻ്റെ ഈ തെറ്റായ നിലപാടിനെ എല്ലാ നിലയിലും ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെടാം. ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ ഈ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കുകയാണ് സാർ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സാർ. സാർ, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുന്നത്തൂർ മണ്ഡലത്തിൽ മൈനാഗപ്പള്ളിയിൽ ഒരു ROBക്ക് ഭരണാനുമതിയായിട്ടുണ്ട് സാർ. ഭൂവുടമകളുടെയും വീട്ടുടമകളുടെയും ഹിയറിങ് കഴിഞ്ഞു സാർ. ഇതിൻ്റെ വേഗത്തിലുള്ള പ്രവൃത്തി എത്രയും വേഗത്തിലാക്കണമെന്നാണ് എൻ്റെ ചോദ്യം സാർ. അങ്ങയെ കണ്ട് എനിക്ക് ചോദിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇവരിങ്ങനെ തടസ്സപ്പെടുത്തുകൊണ്ട് ചോദിക്കും. ഓരോ മെമ്പറും സ്പീക്കറെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന്. എന്താ സാർ, എത്ര ദിവസമായി ഇതൊന്നും നിർത്തിക്കൂടാ സാർ ഇത്തരം സമരങ്ങൾ? എന്റെ ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക സാർ. എന്തായാലും ഇന്നലെ ഞങ്ങൾക്കും സ്പീക്കറുടെ മുഖം കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സ്പീക്കറുടെ മുഖം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൊത്തത്തിൽ തടയാൻ വേണ്ടി പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ അടിയന്തരമായി ഇടപെടാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചെയ്ത് മുന്നോട്ട് പോകും. ശ്രീ ജോബ് മൈക്കൽ. സാർ, ഈ നമ്മുടെ പെരുന്തുരുത്തി മണർകാട് ബൈപ്പാസിൽ 4 കോടി ROBയുടെ പ്രവർത്തനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് അടിയന്തരമായി കടക്കുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. സാർ, വേഗത്തിൽ ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം സാർ. അത് എങ്ങനെ ഇടപെട്ട് വേഗത്തിലാക്കാമെന്നുള്ളത് പരിശോധിക്കാം. ശ്രീ ചന്ദ്രശേഖരൻ. ശബരിമല സ്വർണ്ണമോഷണത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായ 3ാം ദിനവും നിയമസഭ പ്രക്ഷുബ്ധമാണ്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. ബാനറുകളും പ്ലക്കാർഡും ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം അത് തുടരുകയാണ്. ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ്? കേരളത്തിൽ നമ്പാടും കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച്, സ്പീക്കർക്കും റൈറ്റ് ഉണ്ട്, നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ് കുട്ടികൾ? കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കറുടെ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? യെസ് മിനിസ്റ്റർ, പ്ലീസ്. അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ. ഇന്നലെ ഞങ്ങൾ ഈ സഭാ നടപടികളുമായി എന്തിനാ അദ്ദേഹം പാടുണ്ടാക്കണം? എവിടെ ഇരിക്കട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്. സാർ, ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ 2 ദിവസമായി നിസ്സഹകരിക്കുകയാണ്. സാർ, ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ്. സാർ, അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും
ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.